2 ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ എടുക്കുക, ആ സോസിൽ ഇങ്ങനെ ഒന്ന് കറക്കി ഒന്ന് വാരി വെക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്, പുറത്തൊക്കെ നമ്മൾ കടയിൽ പോയി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കാറുണ്ടല്ലോ. നമ്മൾ എത്ര രൂപയ്ക്കാണ് ഫ്രഞ്ച് ഫ്രൈസിന് കൊടുക്കുന്നത്? 50 രൂപ, 100 രൂപ, 150 രൂപയൊക്കെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് മുടക്കാറുണ്ട് പുറത്ത് പോകുമ്പോൾ. അതേസമയം നമ്മൾ വീട്ടിൽ ഉരുളക്കിഴങ്ങ് വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ വരുന്ന 19-ാം തീയതി തൊട്ട് 23-ാം തീയതി ജനുവരി ആമസോണിൽ ഒരു റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുന്നുണ്ട്. അടിപൊളി ഡിസ്കൗണ്ട് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ആമസോണിൽ കയറി എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ക്യാഷ് കരോ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആപ്ലിക്കേഷനിൽ ഒന്നാണ്. അപ്പോൾ ക്യാഷ് കരോന്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എൻ്റെ ലിങ്കിൽ കൂടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ തുടക്കം തന്നെ 25 രൂപ സൈൻ ഇൻ ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാഷ് കരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നോർമലി ആമസോൺ എടുക്കുന്ന പോലെ അതിൻ്റെ അകത്തുനിന്ന് ആമസോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ക്യാഷ് ബാക്ക് അവർ തരുന്നതാണ്. അതുപോലെ പർച്ചേസ് ചെയ്തിട്ടുള്ള ക്യാഷ് ബാക്ക് ഒക്കെ നമുക്ക് ബാങ്കിലോട്ടോ UPIയിലോട്ടോ ഉടനെ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങ് എടുക്കുക. ഏകദേശം ഒരു 2-3-4 ഉരുളക്കിഴങ്ങ് എടുക്കുക നീളത്തിലുള്ള. നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാം. ഒരു നൈഫോ ഒരു ഇതുപോലത്തെ പീലറോ യൂസ് ചെയ്തിട്ട് ഒന്ന് തൊലി കളയുക. തൊലി കളയുമ്പം കൈ മുറിയായിരിക്കാൻ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ എല്ലാ തൊലിയും കളഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ രണ്ടും കൂടെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് അരിഞ്ഞെടുക്കണം ഉരുളക്കിഴങ്ങ്. അരിയാനായി ഞാനിവിടെ ഒരു പിച്ചാത്തി യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മൂർച്ചയോടെ പിച്ചാത്തി യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ 4 ഭാഗങ്ങളും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കണ്ടോ. ആ ഫസ്റ്റ് സ്ലൈഡ് ഒന്ന് നൈഫ് വെച്ച് മുറിച്ചെടുത്തു. രണ്ടാമത്തെ സൈഡും എടുത്തു. മൂന്നാമത്തെ സൈഡും ഇങ്ങനത്തെ 4, 5 അങ്ങനെ എല്ലാ സൈഡും നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരണം. ഇനി നമുക്ക് അതിനകത്ത് ഇങ്ങനെ യൂസ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക ആ ഒരു ഉരുളക്കിഴങ്ങ്. കണ്ട ഇങ്ങനെ ഒരു 4-5 പീസായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും. അതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ആ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് 3-4 ഒരു വര വരച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കറക്റ്റ് ഷേപ്പും കറക്റ്റ് ടെക്സ്ചറും ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ട കറക്റ്റ് ഈ ഒരു സംഭവമാണ് നമുക്ക് കിട്ടേണ്ടത്. ഫ്രഞ്ച് ഫ്രൈസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്ന അതിൻ്റെ ഷേപ്പാണ്. കണ്ട ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതിങ്ങനെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് ആവശ്യമായ ഉരുളക്കിഴങ്ങ് ഈ ഷേപ്പിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ഇളം ചൂടുവെള്ളം എടുക്കുക ഒരു ബൗളിലേക്ക്. അതിനുശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂറത്തെ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അരമണിക്കൂറിന് ശേഷം നമ്മുടെ വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഈ ഒരു തുണിയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വയ്ക്കാം, അല്ലെങ്കിൽ കണ്ട ഇതുപോലത്തെ ഒരു വെള്ള തുണി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഫ്രഞ്ച് ഫ്രൈസിൽ എല്ലായിടത്തും ഒന്ന് ഒപ്പിക്കൊടുത്താൽ മതി. അപ്പോഴേക്കും വെള്ളമെല്ലാം പോവും. നമുക്കൊരു ശതമാനം പോലും വെള്ളം കാണാൻ പാടില്ല, നമ്മൾ എണ്ണയിട്ട് വറക്കുന്നതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ഫ്രഞ്ച് ഫ്രൈസും ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഓപ്ഷണൽ സംഭവമാണ്. ഇച്ചിരി ഒന്ന് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിഞ്ഞു കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇത് ഓപ്ഷണൽ മാത്രമാണ്, കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട. അതിനുശേഷം നമുക്ക് ഒരു തവ എടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനായ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഫ്രഞ്ച് ഫ്രൈസും അതിനകത്തോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം ഫ്ലെയിം വെക്കേണ്ടത് ഏകദേശം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ കുറയ്ക്കരുത്. നല്ല തീയാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരും ഇങ്ങനെ രീതിയിൽ. അപ്പോഴേക്കും നമുക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് എല്ലാ ഫ്രഞ്ച് ഫ്രൈസും അതിനകത്തോട്ട് കോരി മാറ്റാം. കണ്ട കറക്റ്റ് ആ ഒരു ഷേപ്പും കളറെല്ലാം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് വന്നിട്ടുണ്ട്. കുറച്ചിനി മസാല ചേർക്കുന്ന പരിപാടിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ബൗളിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനായ മസാല ചേർക്കാം. ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനായുള്ള ഉപ്പ്. അതിനുശേഷം മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അത് ഓപ്ഷനിലാണ്. അതുകൊണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇവിടെ കിഡിലിനായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ പ്ലേറ്റിൽ ടൊമാറ്റോ കെച്ചപ്പ് വെക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലാതെ എന്ത് ഫ്രഞ്ച് ഫ്രൈസ് കണ്ട. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉരുളക്കിഴങ്ങ് മേടിക്കും, ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ട ഈ ഒരു ഇത്രയേ ഉള്ളൂ പരിപാടി. ഭയങ്കര ഈസിയാണ് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിലുണ്ടാക്കാനായിട്ട്. ഇതിനാണ് നമ്മൾ 100-150 രൂപ മുടക്കി കഫേയിലൊക്കെ പോയി ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വട്ടത്തിൽ സോസൊക്കെ വെച്ചിട്ടുണ്ട്. സോസ് നോക്കി കഴിക്കാനായിട്ട് 2 ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ എടുക്കുക. ആ സോസിൽ ഇങ്ങനെ ഒന്ന് കറക്കി ഒന്ന് വാരി വെക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അടിപൊളി കിട്ടില്ല സാധനം. നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന അതേപോലത്തെ ടേസ്റ്റ്. നമ്മൾ സാധാരണ ഉപ്പും മുളക് പൊടിയും മാത്രമേ ഇട്ടുള്ളൂ. അപ്പം വേറെ മസാലകളുടെ ടേസ്റ്റ് ഒന്നുമില്ല. എന്നാലും അടിപൊളി സാധനം. ക്രിസ്പിനെസ് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് ക്രിസ്പൊക്കെ പെട്ടെന്ന് പോയി. എന്നാലും കൊള്ളാം, നല്ല സാധനമാണ്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് വീട്ടിലുണ്ടാക്കാൻ. എന്താ, ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, കുറച്ച് പരിപാടിയേ ഉള്ളൂ, സംഭവം റെഡിയായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.